ഞാൻ അന്ന് ശരിക്കും സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇവിടെ ഞാനും തോമസ് സാറും കൂടെ ഇവിടെ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളി ഇന്ത്യ. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷനും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഓക്കെ, നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഞാൻ പോലും അറിയാതെ ഒരു ഇൻവെസ്റ്റിഗേറ്ററായി മാറുമെന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. കാരണം കുറെ കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. ഇവിടെ മീഡിയക്കാര് ഇട്ട് ഉറപ്പിച്ച ഒരു ഘടകമുണ്ട്. എന്താണ്? ദിലീപാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു സാധനം മീഡിയക്കാര് ജനങ്ങളിലേക്ക് എത്തിച്ച് അത് അടിച്ചേൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് പൊളിച്ചടുക്കുക എന്ന് പറയുന്നതും ജനങ്ങളെ കൺവിൻസ് ചെയ്ത് ജനങ്ങളെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരടുത്തും ചോദിക്കാം, അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ഓരോ ആൾക്കാരടുത്തും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. നല്ല കാര്യം, ഞാനും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. പക്ഷേ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ തലപ്പത്തിരിക്കുന്നത് ദിലീപാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ദിലീപാണെന്ന് അത് ഉറപ്പിച്ചത്? പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അതുപോലെ നിങ്ങൾ ആർക്കൊപ്പം എന്നുള്ളൊരു കാര്യം കൂടി പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്യും. മെയിനായിട്ട് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പിന്നിൽ ദിലീപാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നത്? ആ ഒരു വാക്ക് എന്താണെന്ന് എനിക്കൊന്ന് കമന്റ് രൂപത്തിൽ താഴെ നിന്ന് അറിയിക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. എനിക്കൊന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് കാണുക. ഇതിൽ നടൻ ലാലിന്റെ കുറച്ച് മുഖമൂടികൾ അഴിഞ്ഞു വീഴുന്നുണ്ട്. ഞാൻ അത് ഉൾപ്പെടെ കാണിച്ചു തരാം, കാരണം എനിക്ക് വ്യക്തമായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ മാർട്ടിന്റെ കേസിലോട്ട് വരാം. മാർട്ടിൻ പല വട്ടമായിട്ട് അന്ന് നടി ആക്രമിക്കപ്പെട്ട ആ സമയം മുതലേ പല വട്ടമായിട്ട് അവൻ വിളിച്ചു പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ലാലാണെന്ന്. എന്നുവെച്ചിട്ട് ലാലാണെന്ന് ഉറപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ അങ്ങോട്ട് അന്വേഷണം പോയിട്ടുണ്ടോ? പൾസർ സുനി ദിലീപിന്റെ പേര് പറഞ്ഞപ്പോ ദിലീപ് തന്നെ കൺഫേം എന്ന് പറഞ്ഞ് സീലടിച്ച് പിടിച്ച് അകത്തിട്ട പോലീസുകാര് ലാലിന്റെ പേര് മാർട്ടിൻ പറഞ്ഞപ്പോൾ അവൻ ഇപ്പൊ വന്നിട്ട് ഈ ലേറ്റസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതല്ല, മുന്നേ പറയുന്നുണ്ട്. അങ്ങോട്ട് അന്വേഷണം പോയിട്ടുണ്ടോ? ഒരിക്കലും പോയിട്ടില്ല. RC ഓണർ ആരാണ്? അതിന്റെ പിന്നാലെ അന്വേഷണം പോയിട്ടുണ്ടോ? ഈ വണ്ടി ആരുടേതാണ്? അതിന്റെ പിന്നാലെ അന്വേഷണം പോയിട്ടുണ്ടോ? ഒന്നും പോയിട്ടില്ല. ദിലീപിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് മാത്രം പിടിച്ചിട്ട് ദിലീപിനെ ഗൂഢാലോചന നടത്തി തൂക്കി അകത്തിട്ടതുപോലെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. സത്യം ജയിക്കണം. ഈ പറയുന്ന അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. ദിലീപ് കുറ്റവാളി ആണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. മറിച്ച് നിരപരാധി ആണെങ്കിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളികൾ? കോടതി വെറുതെ ദിലീപിനെ വിട്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ട്. കാരണം അവിടെ തെളിവുകളാണ് ആവശ്യം. ഇവിടെ വന്നിരുന്ന് തള്ളുന്നത് പോലെ തള്ളി മറിച്ചാൽ കോടതി അംഗീകരിക്കത്തില്ല. അവിടെ തെളിവുകളാണ് ആവശ്യം. അങ്ങനെ മിതമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോടതി ദിലീപിനെ വെറുതെ വിട്ടു. എന്നാലും ഇപ്പോഴും മീഡിയക്കാര് ദിലീപിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. കാവ്യ മാധവന്റെ ലോക്കറിൽ മറ്റേ മെമ്മറി കാർഡോ എന്നിട്ട് വീഡിയോക്കകത്ത് ഞാൻ നോക്കിയ സമയത്ത് അതിന്റെ അകത്ത് മെമ്മറി കാർഡ് എന്ന് പറയുന്നുമില്ല. എന്നാൽ ഇവന്മാർ ഇങ്ങനെ കുത്തി പറയുന്നുണ്ട് മെമ്മറി കാർഡ് ആണോ അല്ലയോ, അവസാനം പറഞ്ഞ 5 രൂപ കോയിന്. ഈ ഒരു സെറ്റപ്പില് കുത്തി അടിക്കുകയാണ്. കാരണം മീഡിയക്കാരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിന്, കാവ്യ മാധവന് ഇവരെല്ലാവരും ആണ് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്ന് പറഞ്ഞ് മീഡിയക്കാർ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അത് കാണുന്ന ഏത് വിവരദോഷിക്കും കുറച്ചെങ്കിലും വിവരം തലക്കകത്ത് വരാൻ ഉള്ള ചാൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. എന്നാൽ മീഡിയക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആരെയെങ്കിലും നല്ല ബൾക്ക് എമൗണ്ട് വാങ്ങിച്ചിട്ടാണ് ഈ പണിയെടുക്കുന്നതെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയത്തില്ല ഉറപ്പിച്ച്. കാരണം ഞാനിപ്പോൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ കാശ് വാങ്ങിയിട്ടാണെന്ന് ചിലപ്പോൾ ചിലവരെങ്കിലും ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനും പിന്നെ എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു മീഡിയക്കാർ അങ്ങനെ വാങ്ങിയിട്ടായിരിക്കും എന്ന് ചെയ്തതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിങ്ങനെ ഉറപ്പിച്ച് പറയാത്തത്. കാരണം അവര് എന്തോ ദിലീപിനെ അങ്ങ് കുറ്റവാളി ആക്കണം അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർ സത്യത്തിനൊപ്പം പോകാനോ ഒന്നും ശ്രമിക്കുന്നില്ല. മറ്റേ ഹോട്ടലില് താമസിച്ചിരുന്നെന്ന് പറഞ്ഞ സമയത്ത് ടവർ ലൊക്കേഷനും കാര്യങ്ങളും ഇവർ കുറേ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഫോട്ടോഷോപ്പ് മറിച്ചത് എല്ലാം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എല്ലാം കോടതി മുൻപാകെ പൊളിഞ്ഞ് തരിപ്പണമായി. അത് മനസ്സിലാക്കണം. ഈ വായ്ത്താളം അടിച്ചത് മീഡിയക്കാർ തുപ്പിയതും ഒന്നുമല്ല സത്യമെന്ന് കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ആൾക്കാരാണല്ലോ നമ്മുടെ മലയാളികൾ. അത്യാവശ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ആരോട് പറയും, ആര് കേൾക്കാൻ? നമുക്കൊരാളെ മീഡിയക്കാർ ഇട്ട് തന്നു, അവനെ ഇനി കല്ലെറിയുക, അവന്റെ അന്ത്യം കാണുക. ഇത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇനി മറ്റേ മാർട്ടിൻ അന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ മാറ്റിയെടുക്കുക. നമ്മുടെ ഇരയിലോട്ട് നമ്മൾ പോകുന്നില്ല.
ലാലിന്റെ കേസിലോട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, കേട്ടോക്കാം. കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതി ബെയിലും കിട്ടി ഞാൻ പുറത്തിറങ്ങിയിരുന്നു. എന്നിട്ട് നമ്മളുമായിട്ട് അടുപ്പം വെച്ചിട്ട് വണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിട്ടുകൊടുത്താണ് ഈ വണ്ടി. ആ വണ്ടിയിൽ പോയ ഡ്രൈവറാണ് ഈ മാർട്ടിൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോയില് ഇതിൽ എഴുതിയിട്ടുള്ളത് പൾസർ സുനി ലാലിന്റെ ഡ്രൈവർ ആയിരുന്നു, കാര്യം മറച്ചു വെച്ചു. അതായത് പൾസർ സുനി ലാലിന്റെ ഡ്രൈവർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം മറച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. ഇവൻ ഈ പറയുന്ന ദിവസങ്ങളിൽ പൾസർ സുനി ലാലിന്റെ മകൻ ആക്രമിക്കപ്പെട്ട് എന്ന് പറയുന്ന നടി ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ മാർട്ടിൻ പറയുന്നതാണ്. മാർട്ടിൻ പറയുന്നത് അതുപോലെ പച്ചവെള്ളം പോലെ എടുത്ത് വിഴുങ്ങാൻ ഞാനും ഇല്ല, അവൻ കള്ളങ്ങൾ മിക്സ് ചെയ്തൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അവൻ ഉടനീളം ആദ്യം മുതലേ പറയുന്ന ഒരു പേരുണ്ട് അതിൻ്റെ ഇടയിൽ, ലാൽ പ്രൊഡക്ഷൻ. ഈ സാധനത്തിലോട്ട് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല? പൾസർ സുനി ദിലീപിന്റെ പേര് പറഞ്ഞപ്പോൾ അന്വേഷണത്തിന് എല്ലാവരും ഇറങ്ങി തിരിച്ച്. എന്നാൽ ലാലിന്റെ പേര് പറഞ്ഞപ്പോൾ അന്വേഷണം അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ RC ഓണർ നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന വണ്ടി, ആ വണ്ടി എവിടെ? വണ്ടി ലാലിന്റെ വീട്ടിൽ കിടപ്പുണ്ട്. ഫോറൻസിക്കിന് അത് തക്കതായ രീതിയിലൊക്കെ പരിശോധിച്ച് ആ സെറ്റപ്പിൽ എടുത്തോണ്ടെന്ന് പോകണ്ടേ? എനിക്കറിയത്തില്ല, ഇതിന്റെ എന്തൊക്കെയോ എവിടെയോ നല്ല മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഓരോരോ അസംഷൻസും നമ്മുടെ ഊഹങ്ങളും ബോഹങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ബാക്കി മാർട്ടിൻ കുട്ടൻ പറയോ. നല്ല വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി. ഒന്ന് ഫോൺ നടിയുടെ വേറെ ഉണ്ടായിരുന്നു. ഈ ഫോണിന് മാറി സംസാരിക്കണ്ടേ. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൽ അവിടെ തിരിയുമ്പോൾ എന്നോട് പറയണം എന്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ട് അവരൊന്ന് മീറ്റ് ചെയ്യണമെന്ന്. അതായിരുന്നു ഞാൻ പറഞ്ഞു. സിഗ്നലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ 2 വണ്ടി, ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാറിലും 2 വണ്ടി അവിടെ വന്ന് കിടക്കണ്ടായിരുന്നില്ല. ആ സ്വിഫ്റ്റ് കാറിൽ 3 പേര് ഇറങ്ങി വന്നിരുന്നു. 3 പേര് ഇറങ്ങി വന്നിട്ട് 2 പേര് വണ്ടി കയറി സൈഡിൽ. ഇങ്ങനെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. പിന്നെ നടൻ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ആ സമയത്ത് വണ്ടിയിൽ കയറി. കേട്ടല്ലോ, ലാലിന്റെ മകന്റെ പേര് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന സ്ഥലങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് എന്തുകൊണ്ട് ആ സമയം ചെക്ക് ചെയ്തില്ല, അന്വേഷിച്ചില്ല? ഇനി ആ സമയത്ത് CCTV ഒന്നും ഇല്ലെന്നൊന്നും പറഞ്ഞു കളയില്ല എന്റെ പൊന്നടാതെ. അങ്ങനെ കുറെ കാര്യങ്ങൾ മുക്കി അത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുക്കി ഒന്നുമില്ല, അന്വേഷിക്കാനും പോയില്ല, ഒന്നിനും പോയില്ല. ഈ മാർട്ടിനെ കല്ലെറിയുന്നുണ്ട്, അവൻ നാറിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ ഈ ലാലിന്റെ പേര് പറഞ്ഞപ്പോൾ ആദ്യം മുതലേ പല വട്ടമായിട്ട് പറയുമ്പോൾ ഒരു അന്വേഷണം അങ്ങോട്ട് പോകുന്നതിൽ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഇനി ഇതൊന്നുമല്ല, ലാൽ ഇതിനു ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് വേറെ ലെവലിൽ കണക്ട് ആവുന്നത്, വേറെ ലെവലിൽ ഈ കേസിൽ കണക്ട് ആവും. കാരണം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ ലാൽ സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഇവൻ പറഞ്ഞു തൊലക്കെട്ട്. പാലാരിയുടെ പൈപ്പ് ലൈനിന്റെ അവിടെ വെച്ച് ഒരാളോടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു. മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിയപ്പോൾ അവിടുന്ന് വണ്ടി അവരെടുത്തോളൂ. ആ കയറിയ വ്യക്തിയാണ് ഇപ്പൊ പൾസർ സുനി എന്ന് പറഞ്ഞ കേസിൽ 1-ാം പ്രതി ആയിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത്. അത് ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളും തമ്മിലില്ല. ഓക്കെ, ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് ഈ പൾസർ സുനിയെ 1-2 പ്രാവശ്യം മാർട്ടിൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടേ? ഇതൊന്നും അന്വേഷിക്കാണ്ട് പിന്നെ എന്നാ ഗീരവത്ത് അന്വേഷിച്ചെന്നാണ് പറയുന്നത്. ദിലീപ് ഈ ഒരു സ്ഥാനത്തിലോട്ട് മാത്രമേ ഫോക്കസ് പോയുള്ളൂ. അങ്ങേര് പ്രത്യേകിച്ച് വൻ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയം. അന്ന് ഇന്ന് പോയി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അന്ന് സമയത്ത് കണ്ണുകടി ഉണ്ടാവും, എന്തുണ്ടാവും. പലരും ചെയ്ത കുറ്റങ്ങൾ പലരുടെയും തലയിൽ എടുത്തിടുന്ന ഒരു കാലമൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അടിയിൽ കൂടി ഇന്ന് മാസ്റ്റർ ബെയിൻ കളിച്ചതാരെന്ന് പുറത്തു കൊണ്ടുവരണം, CBIക്ക് അന്വേഷണം കൈമാറണം. ഇതല്ലേ ഞാൻ പറയുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിതമായിട്ടുള്ള ആ സ്ത്രീയോടും എനിക്കിത് തന്നെയാണ് പറയാനുള്ള. ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കണം. നിങ്ങളും അതിനുള്ള റിക്വസ്റ്റ് കൊടുക്കണം. ഇപ്പൊ മോചിതനായില്ലേ, പ്രതിയല്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ട ദിലീപും അതിന് മുന്നോട്ട് തന്നെ ഇറങ്ങിത്തിരിക്കണം. നിങ്ങൾ 2 പേരും മുന്നോട്ട് ഇറങ്ങിത്തിരിക്കണം. നിങ്ങൾ 2 പേരും ഒന്നിച്ചിറങ്ങിത്തിരിക്കണമെന്നല്ല, രണ്ട് ഭാഗത്തു നിന്ന് പ്രഷർ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഈ കേസ് ഇവിടെ എത്തത്തില്ല. ജനങ്ങളുടെ മനസ്സിൽ മരണം വരെയും ദിലീപ് കള്ളൻ എന്നുള്ള സാധനം തന്നെ കിടക്കും. ഇനി കാലകർമ്മപ്പെട്ടു പോയതിനു ശേഷം, ദിലീപ് പോയതിനു ശേഷം, ഈ ഭൂമിയിൽ നിന്നും പോയതിനു ശേഷം ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയതുപോലെ ഒരു നീതി കിട്ടാനാണെങ്കിൽ ആ നീതിയോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. എന്തിന്? ജീവിച്ചിരിക്കുമ്പോൾ നിരപരാധിയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ജനങ്ങളുടെ ഇടയിൽ എത്തണം. ഇവിടെ ഇപ്പം ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി വിധി വന്നിട്ട് കൂടി സമ്മതിക്കുന്നില്ല, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അത് തന്നെ ഞാൻ പറയും, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിലീപ് നിരപരാധിയാണെങ്കിൽ പിന്നെ ആരാണ് കുറ്റവാളി? അതാരും ചിന്തിക്കുന്നില്ല. അതിനുള്ള സാമാന്യ ബോധം അവരും ഇല്ല. എല്ലാവർക്കും ദിലീപിനെ കുറ്റവാളിയാക്കി ആ ഒരു കണ്ണിൽ കണ്ട് ആ ഒരു സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട്. അവർക്ക് മാറ്റി ചിന്തിക്കാൻ വയ്യ. വേറൊരാളെ കുറ്റവാളിയായിട്ട് കാണാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് അതിന്റെ ഒരു വാസ്തവം. അത് തന്നെയാണ് അതിന്റെ വാസ്തവം. ഇനി ലാല് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടോ. ഞാൻ അന്ന് ശരിക്കും സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഞാനും
തോമസ് സാറും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കസേരയിൽ ഇവിടെ മാർട്ടിൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനന്ന് അവിടെ കാറിൽ വെച്ചിട്ട് ആരൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ വയറ് പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞ് ഭയങ്കര പെയിൻ പോലെ ഇങ്ങനെ വയ്യാത്ത പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം അത് അത്ര ശരിയായിട്ട് എനിക്കെന്തോ അവനിലൊരു സംശയത്തിൻ്റെ ഇങ്ങനെ തോന്നിയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് പി.ടി. തോമസ് സാറ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിനെ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാനായിട്ടായിരിക്കണം എന്നിട്ട് പറഞ്ഞത്, ലാലെ ആ ഡ്രൈവർ അവന് തീരെ വയ്യാന്ന് തോന്നുന്നു, അവനൊന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാറേ, അത് എനിക്ക് അവൻ്റെ ഡൗട്ടുണ്ട്, എന്തോ ഒരു അഭിനയം അഭിനയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാറും എന്നാൽ കുഴപ്പമില്ല, എന്നാ കുഴപ്പമില്ല, പിന്നെ നമുക്ക് സാറ് പറയുന്നല്ലേ, സാറ് ഇന്ന സാറല്ലേ ലാലെണ്ണം പറഞ്ഞിട്ടുള്ള വേറൊരു ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, പക്ഷെ അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദ്യചിഹ്നമായിട്ട് ചോദിക്കാനുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് തോന്നിയതാണ് കേട്ടോ. എൻ്റെ അടുത്തേക്കാണ് അവൾ ഓടി വന്നിരിക്കുന്നത്. ഞാനാണ് ആദ്യം പോലീസിനെ അറിയിക്കുന്നത്, പോലീസ് വരുന്നു എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് തന്നെ ജനം അത്യാവശ്യം ഒന്ന് ചിന്തിക്കും. എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്നു പല പത്രങ്ങളിലും, ലാലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദനയായിട്ടും തോന്നിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്കും ജനങ്ങളെ സംശയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ ഒന്നാം തരം തള്ളും, ഒന്നാം തരം മാനിപ്പുലേഷനും എന്ന് ഞാൻ പറയത്തുള്ളൂ. ജനങ്ങൾക്ക് നല്ല സംശയമുണ്ട്, നിങ്ങൾ നല്ല സംശയമുണ്ട്. ലാലിനെ സംശയിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്തേക്കും. കാരണം ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. നിങ്ങൾ പ്രതിയാണെന്ന് ആരും സ്ഥാപിക്കുന്നില്ല, പക്ഷെ സംശയമുണ്ട് ആൾക്കാർക്ക്. കാരണം ഈ സംഭവം നടന്നു എന്ന് പറയുന്ന വണ്ടി നിങ്ങളുടെ പ്രൊഡക്ഷനിലുള്ള വണ്ടിയാണ്. അതിന്റെ RC ഓണറെ ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ ഈ ആക്രമിക്കപ്പെട്ട നടി നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തക്കതായ രീതിയിൽ ചോദ്യം ചെയ്യുന്നില്ല? ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എൻ്റെ പൊന്നളിയ, സത്യം. എന്നിട്ട് നിങ്ങൾ പറയുന്നു ജനങ്ങൾക്ക് എന്നാലോട്ട് സംശയം വരില്ലെന്ന്. ജനങ്ങൾക്ക് നിങ്ങളെ നല്ല സംശയമാണ്. അത് നിങ്ങളൊന്ന് ഇരുന്നൊന്ന് കമന്റ് ബോക്സുകളും പ്രതികരണങ്ങളും ഒക്കെ ഒന്ന് നോക്ക്. അപ്പോൾ ഏതാണ്ടൊക്കെ പിടികിട്ടും. എന്ന് വെച്ചിട്ട് നിങ്ങൾ കുറ്റവാളി എന്ന് പറഞ്ഞ് ആരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം അന്വേഷണം വരണം, നിങ്ങളെയും ചോദ്യം ചെയ്യണം എന്നാണ് ജനങ്ങൾ പറയുന്നത്. നുണപരിശോധന നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ നടത്തണം. ഇതാണ് ജനങ്ങൾ പറയുന്നത്. ഇത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഇനി അടുത്ത് നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളൊരു മുൻകൂർ ജാമ്യം എടുത്തു വെക്കുകയാണ്. ഇനി ഒരു പക്ഷേ പൾസർ സുനി എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കരിയറും പോകും എന്നുള്ള സാധനം എടുത്തു വെക്കുകയാണ്. അതിനർത്ഥം ഇനി എങ്ങാണ്ട് പൾസർ സുനി നിങ്ങളുടെ പേര് പറയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ദുരൂഹതയില്ലേ? അതായത് പൾസർ സുനി ഇനി എങ്ങാണ്ട് എൻ്റെ പേര് പറഞ്ഞാലും ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തു വച്ചിട്ടുണ്ട്. അതായത് നാട്ടുകാർക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി എങ്ങാണ്ട് അവൻ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ എന്നെ വെറുക്കും, എന്നെ സത്യം തെളിയിക്കാനായിട്ടൊക്കെ സമയമെടുക്കും എന്നുള്ള സാധനം ഇട്ട് വെക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഒരു തോട്ടുണ്ട് പൾസർ സുനി എങ്ങാണ്ട് എൻ്റെ പേര് പറയുമെന്ന്. അപ്പം നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങളിതിൽ പങ്കില്ല, നിങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ ആളിനോട് ചോദിക്കാനുള്ള. കണ്ടുനോക്കാം. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച സന്തോഷത്തോടെ ഞങ്ങൾ ചാടി ഒന്ന് കൈയടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത്, ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകിൽ ലാലായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പുറകിൽ ആൻഡോ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാൾക്ക് ശത്രുതയുള്ള ഒരാളുടെ പേര് ഒന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം തീർന്നു. ഓക്കെ, മുൻകൂർ ജാമ്യം ഇട്ട് വച്ചില്ലേ ലാല്? അതുപോലെ ഈ പൾസർ സുനിക്ക് ഇങ്ങനെ തോന്നിയിട്ട് ദിലീപിന്റെ പേര് പറഞ്ഞത് ആയിക്കൂടാ എന്നെന്തെങ്കിലും ഉണ്ടോ? അതാണ് പറഞ്ഞത് മോനെ, ഇത് നല്ല ഒന്നാം തരം പൊറാട്ട് നാടകമാണ്. ആ നാടകം പൊളിച്ചടുക്കണം. ഈ ഒരു വിഷയത്തിൽ നടിക്ക് നീതി ലഭിക്കണം. ഒപ്പം യഥാർത്ഥ കുറ്റവാളികളും യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ നാറുകൾ ശിക്ഷിക്കപ്പെടണം. ഇവിടെ ഇപ്പം ഈ കൃത്യം നടത്തിയ അപരാധി മക്കളെല്ലാം പിടിച്ച് ശിക്ഷ കൊടുത്തു. അതും ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്ര മതിയാ. പക്ഷെ യഥാർത്ഥ കുറ്റവാളികൾ എവിടെ? ഈ ഗൂഢാലോചന നടത്തിയ നാറികൾ എവിടെ? അവന്മാരെന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? കോടതി വെറുതെ വിട്ട ദിലീപിനെ അല്ല. ദിലീപാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടട്ടെ, മറിച്ച് മറ്റാരെങ്കിലും ആണെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ? ഇവിടെ ലാല് ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെക്കുകയാണ്. പൾസർ സുനി എങ്ങാണ്ട് എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കരിയർ തീർന്നില്ലേ? അതെന്തിനാ അങ്ങനെ ഉദ്ദേശിച്ച് അങ്ങനെ ചിന്തിച്ചത്? എന്തിനാ ലാൽ അങ്ങനെ ചിന്തിച്ചത്? തനിക്കതിൽ പങ്കില്ലെങ്കിൽ താൻ എന്തിനാ അങ്ങനെ ചിന്തിച്ചത്? അങ്ങനെയാണെങ്കിൽ പൾസർ സുനി ദിലീപിന്റെ പേര് പറഞ്ഞല്ലോ, അങ്ങനെയല്ലേ ദിലീപിന്റെ കരിയർ തൊലഞ്ഞെന്ന് നിങ്ങൾക്ക് വാദിച്ചൂടെ? നിങ്ങൾക്ക് സംസാരിച്ചൂടെ? അപ്പൊ ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വാദിച്ചൂടെ, സംസാരിച്ചൂടെ? അവിടെ ഒരു ദുരൂഹത എനിക്ക് ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്.
ആ വാക്കുകളും ആ സംസാര രീതിയും ആ ബോഡി ലാംഗ്വേജും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇനി വേറെ വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കണ്ടുനോക്കാം. ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്കാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുരന്തങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ഇതേപോലെ വാർത്ത ചെയ്യും? സാധ്യമില്ല. നമ്മളിപ്പോ സൗമ്യ മരിച്ചു, സൗമ്യക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ആളുടെ പേര് എന്തായാലും ആളൂരാ മരിച്ച് ആ കേസിൽ പ്രതിക്ക് വേണ്ടിയിട്ട് ആളൂര് എന്തിന്റെ പേരിലാണ് വാദിച്ചത്? ആളൂരിന് ആരെ പണം കൊടുത്തത്? ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു ചർച്ചയില്. ആളൂര് സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ചാർലിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത് ആളൂരാണ്. ആളൂര് സാധാരണ ഒരു പ്രാവശ്യം കോടതിയിൽ ഹാജരാവാൻ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളാണ്. ആ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളൂരിന് ആരാണ് പണം കൊടുത്തത്? നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമല്ലേ? അതെ, ലക്ഷങ്ങൾ വാങ്ങുന്ന ആളൂരാന് മറ്റവന് വേണ്ടിയിട്ട് ആരാണ് പണം കൊടുത്തത്? അതുപോലത്തെ ചോദ്യമാണ് ഈ പൾസർ സുനിയെ ജാമ്യത്തിൽ ഇറക്കാൻ അവന്റെ കേസ് കാര്യങ്ങൾക്കായിട്ടൊക്കെ 1 കോടിക്ക് മേളിലെങ്കിലും ചെലവായിട്ടുണ്ടാവും. ഈ ഫണ്ട് എവിടെ നിന്ന്? ആരാണ് ഈ ഫണ്ട് ഇറക്കിയത്? ഇതൊക്കെ അന്വേഷിക്കാണ്ട് പിന്നെ എന്നാ ഇരവിത്ത അന്വേഷിക്കുന്നത്? പോലീസുകാർ ദേവിയൊന്നും മാറിയില്ല. എന്നെ പിടിച്ച പേപ്പറും ഫയലും തന്നു കഴിഞ്ഞാൽ ഞാൻ 1 മാസത്തിൽ പഠിച്ചിട്ട് അന്വേഷണം തുടങ്ങാം ഇതിനെക്കാളും നന്നായിട്ട് വെട്ടിപ്പായിട്ട്. സീരിയസ്ലി ഈ മറ്റേടുത്ത പരിപാടികളാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. സത്യം പോലീസുകാർ നല്ല വീഴ്ചയുണ്ട് പോലീസുകാരുടെ ഭാഗത്ത്, അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ഇവന് പൈസ ഇറക്കി ആരാണ് ഈ സംഭവം ഇവന്റെ കേസും കാര്യങ്ങളും നടത്തിയെന്ന് മാത്രം തൂക്കിയാൽ മതി, തീർന്നു. അവരാണ് പ്രതി, അവരാണ് ഗൂഢാലോചനയുടെ പിന്നിലെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം ചോറുണ്ണ രീതിയിൽ ഇരുന്നൊന്ന് ചിന്തിക്കും. ചോറുണ്ണുന്ന രീതിയിൽ കേട്ടാ ഒന്ന് ചിന്തിക്കും. ദിലീപിനെ തെറി വിളിക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കും. ഈ എവിഡൻസ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് ആ സമയത്ത് ആ വിഷയം നടന്ന സമയത്ത് ഉണ്ടാക്കി കുറേ എവിഡൻസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്, ഇല്ലാ കഥകൾ. അത് കോടതിയിൽ പൊളിഞ്ഞപ്പോൾ 8 വർഷം കഴിഞ്ഞു. അപ്പൊ അന്ന് ദിലീപിനെ തെറി വിളിച്ചുകൊണ്ടിരുന്നവന്മാർ ഇനി ഇപ്പോഴും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. വിവരം എന്ന് പറയുന്ന സാധനം അടുത്തുകൂടി പോയിട്ടില്ല. എന്തായാലും ഇദ്ദേഹം പറയുന്ന വാക്ക് കേട്ട് നോക്കാം. എനിക്ക് മനസ്സിലാവുന്ന ഈ സ്ഥാനത്ത് പെൺകുട്ടി ആദ്യം എത്തിയത് ലാലിന്റെ വീട്ടിലാണ്. ഈ പെൺകുട്ടി കൊണ്ടുപോകാൻ പോയിട്ടുള്ള കാറ് ലാലിന്റെ മകന്റെ കാറാണ് പോയത്. ഈ ലാല് കേസിൽ സാക്ഷിയാണോ? അല്ല. ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട PT തോമസ് ആയിട്ട് സംസാരിച്ചിരുന്നു. ലാലി കേസിന് സാക്ഷിയല്ല. ലാലിന്റെ മകനെ സംബന്ധിച്ച് ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടില്ല. അയാളുടെ കാറിലാണ് പോയത്. സാധാരണ ഇപ്പൊ വേറെ എന്റെ ആതിരയുടെ കാറാന്നിരിക്കട്ടെ, നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്യൂല പോലീസ്? അതെ, ഇതങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതിന് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പോലീസ് തുടക്കം തുടങ്ങി ഈ സംഭവത്തിൽ കാണിച്ചിരിക്കുന്ന ചില അലംഭാവങ്ങളുണ്ട് ഇതിനകത്ത്. അലംഭാവങ്ങളാണോ മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണോ എന്ന് ഉള്ളത് ഡൗട്ടിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കേട്ടോ, പോലീസുകാരുടെ ഭാഗത്ത് നല്ല വീഴ്ചയുണ്ട്. പ്രത്യേകിച്ച് പൾസർ സുനിക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് മറ്റേ ശ്രീലേഖ IPS അവർ പറയുന്നുണ്ടായിരുന്നു. അവർ ആ സമയം അവിടെ ഉള്ളതാണ്, അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒന്നും പിന്നാലെ അന്വേഷണം പോയിട്ടില്ല. കത്ത് എഴുതിപ്പിച്ചതൊക്കെ അവിടെ ഉള്ളവന്മാരെ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും അവർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും പിന്നാലെ പോകുന്നില്ല. പകരം ഇത് അജണ്ട, ദിലീപിനെ കൊടുക്കുക, ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് വരുത്തി തീർക്കുക, ദിലീപിന്റെ കരിയർ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു അജണ്ടയാണ്. മറിച്ച് ദിലീപാണ് ശിക്ഷിക്കപ്പെടട്ടെ. എനിക്കിപ്പോഴും പറയാനുള്ള ഈ കേസ് റീഓപ്പൺ ചെയ്ത് CBI കൊണ്ട് അന്വേഷിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ സത്യം പുറത്തു കൊണ്ടുവരണം. അല്ലാണ്ട് ദിലീപിനെ വന്നിരുന്ന് 10 തെറി വിളിക്കുമ്പോൾ കിട്ടുന്ന റീച്ച് ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട. നമുക്ക് ന്യായത്തിൻ്റെ ഒപ്പം സത്യത്തിൻ്റെ ഒപ്പം നിന്ന് ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ എന്ത് ഈരവത്തിനാ ഇമാതിരി ഊള പരിപാടികൾ കാണിച്ചിട്ട് ഉള്ളമാരെ യഥാർത്ഥ പ്രതികൾ അങ്ങോട്ട് മുങ്ങിയിരിക്കുകയാണ്. അവന്മാരെ ഞാൻ ഒന്നും പറയണില്ലടേ, ബാക്കി എങ്ങനെ പറയട്ടെ. തുടക്കം തുടങ്ങിയതിന് 1-ാം ദിവസം തുടങ്ങിയതിന് പരാതി കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരുന്നില്ല. ഇനി കൃത്യമായിട്ട് അറിയാവുന്ന വിഷയമാണ്. ആ സാധാരണ സംഭവം ആദ്യം പരാതി കൊടുക്കേണ്ട എവിടെയാ? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അവിടെ നിന്നാണ് മേലേക്ക് പോകേണ്ടത്. ഇത് നേരിട്ട് DGP ആണ് ഇടപെടുന്നത്, ബെഹ്റയിലേക്കാണ് എത്തുന്നത്. ലോക്നാഥ് ബെഹ്റയിലേക്ക് വേണ്ടിയിട്ട് കേസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നാണ് പ്രശ്നം. ഈ പറയുന്ന ഏരിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ആരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഈ തരം കേസുകൾ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതെ, അതത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ്. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പൾസർ സുനി പറയുന്നത് എല്ലാവർക്കും വിശ്വാസമാണ് കേട്ടോ, എല്ലാവർക്കും വിശ്വാസമാണ്. എല്ലാവരും പൾസർ സുനി അല്ലേ, പിന്നെ കറക്റ്റല്ലോ പറഞ്ഞ ഈ സെറ്റപ്പാണ്. അതാണ് എനിക്ക് ഏറ്റവും ചിരി വരുന്ന കേസ് കേട്ടോ. അയ്യോ, അവൻ പറഞ്ഞ മറ്റേ അടുത്ത നുണകളെല്ലാം വിശ്വസിച്ച് അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വിഡ്ഢികളായ ജനങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ. അവൻ ലോക കള്ളനാ, ഈ മാറ്റിനും കള്ളനാ, എല്ലാം കള്ളന്മാരാ ഇവന്മാര്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് CBI അന്വേഷണം നടത്തി തക്കതായ രീതിയിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. ആരോട് പറയാം? പലപ്പോഴും യഥാർത്ഥമായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം കേരളത്തില് നീതിന്യായ രംഗത്തും അല്ലെങ്കിൽ നീതിപാലകരുടെ ഭാഗത്തു നിന്നെല്ലാം വളരെ വ്യാപകമായിട്ടുണ്ട്. അതിനകത്ത് ചിലപ്പോൾ വേണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിനുണ്ടായിട്ടുണ്ടാവാം. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായിട്ട് ഇടപെട്ട ഒരാൾ വളരെ സത്യസന്ധനായിട്ട് PT തോമസ് MLA ആണ്. അദ്ദേഹമായിരുന്നു തൃക്കാക്കരയിലെ MLA. അദ്ദേഹം ആ വിഷയത്തിൽ ആദ്യം എത്തിയത് 12 മണിക്ക് മറ്റാ അദ്ദേഹം അവിടെ എത്തിയത്. ആ 12 മണിക്ക് എത്തിയതിനു ശേഷം 3-ാം ദിവസമാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് വളരെ സത്യസന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വെച്ച് പറഞ്ഞാലും PT തോമസ് ഈ വിഷയത്തിൽ ഇടപെട്ടത് 100% സത്യസന്ധമായിട്ടാണ്.
ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, PT തോമസ് പറഞ്ഞതും ലാല് പറഞ്ഞതിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് ലാല് പറഞ്ഞെന്താ, PT തോമസ് അങ്ങനെയല്ല ഇങ്ങനെയാണ്, ലാല് പറഞ്ഞതാണ് കറക്റ്റ് എന്നുള്ള രീതിയിലാണ് ലാല് പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കത് തെളിയിക്കാനും പറ്റത്തില്ലല്ലോ. അതാ ഒരവസ്ഥയിൽ പോയി. എല്ലാം ദുരൂഹതയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് ലാലിനെ നല്ല സംശയമുണ്ട്. സത്യം തെളിയണം. ലാല് നിരപരാധിയാണെങ്കിൽ ലാല് രക്ഷപ്പെടട്ടെ. എന്തിനാണ് ജനങ്ങളുടെ വായിലിരിക്കുന്ന ഈ ഒരു അപരാധം കേൾക്കുന്നത്? ആ ഒരു കാര്യം ചിന്തിച്ചൂടെ? അതുകൊണ്ട് അന്വേഷണം പുരോഗമിക്കണം, സത്യം പുറത്തു വരണം. അതൊക്കെ വരട്ടെ. കാലം കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷേ എനിക്ക് വിഷമമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ലേ? അങ്ങേര് നിരപരാധിയാണെന്ന് തെളിയാൻ വേണ്ടിയിട്ട് അങ്ങേര് മരിക്കേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. 8 വർഷം കഴിഞ്ഞ് ദിലീപ് നിരപരാധിയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും അങ്ങേര് അനുഭവിച്ചിട്ടുള്ള മാനസികാവസ്ഥ. ചെയ്യാത്ത കുറ്റത്തിന് നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേട്ട് ആ മനുഷ്യന്റെ മാനസികാവസ്ഥ ചിന്തിക്കും. ഇപ്പൊ ഈ പലപ്പോഴും ഒരു സ്ത്രീയാണ് ഇടപെടുന്നവരുണ്ട്, അവരെ അതിജീവിത എന്ന് വിളിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ കേസിലെ പ്രതികളാണെന്നുള്ള വരുന്നു. ഈ രീതിയും ഒരിക്കലും ഒരു ഭൂഷണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള കേസിന്റെ മെറിറ്റിൽ കൂടി സഞ്ചരിക്കണം. അത് സത്യസന്ധമായിട്ട് സഞ്ചരിക്കണം. അതിന് നീതിപാലകന്മാര് ആ രീതിയിൽ വരണം. അതിന് മറ്റുള്ള സംവിധാനങ്ങൾ അതിന്റെ പേരിൽ വരണം. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ കൂടി നമ്മൾ അതിനകത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെ വരാത്തിടത്തോളം കാലം ഇത്തരം ചില കേസുകൾ സ്വാഭാവികമായിട്ട് നടന്നു വരുന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ജനങ്ങൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കും. നിങ്ങൾ ദിലീപിനെ കല്ലെറിയാൻ എടുക്കുന്ന ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിക്കൊത്ത രീതിയിൽ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് പ്രഷർ ചെയ്യും, സംസാരിക്കുക. ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു പ്രഷർ ഉന്നയിക്കുക. അതിൽ കുറച്ച് അന്തസ്സുണ്ട്. അല്ലാണ്ട് ദിലീപിനെ കല്ലെറിയുന്ന ഓരോ ആൾക്കാർക്കും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് തെളിവിൻ്റെ പേരിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെളിവാരി അടിക്കുന്നതെന്ന് ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. എന്നെ ചീത്ത വിളിക്കും. ഇപ്പം ഞാൻ പറയും മറ്റേതാണ് മറിച്ചാണ്, എന്നെ PR ആണെന്നും മറ്റേയാണെന്നൊക്കെ പറയും. ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്തുവേണോ പറഞ്ഞു. പക്ഷെ സത്യം ജയിക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്. ദിലീപിയുടെ കുറ്റക്കാരനല്ലെന്നോ ദിലീപ് കുറ്റക്കാരനാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ദിലീപിനെ കോടതി വെറുതെ വിട്ടു തെളിവില്ലാത്തത് കൊണ്ട്. അപ്പോൾ തെളിവോടുകൂടി ആരെ ഇനി കിട്ടും? യഥാർത്ഥ പ്രതികൾ ആരാണ്? ദിലീപ് ആണോ മറ്റാരെങ്കിലും ആണോ? അതാണ് തെളിയേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം കാണിക്കും. ഇതൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.